ഒരാൾക്ക് എത്ര വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഒന്നിച്ച് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു വർഷത്തെയാണോ 2 വർഷത്തെയാണോ? അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷനുള്ള ആൾക്കാർ, പല ആൾക്കാർക്കും ഈ ലോൺ സംബന്ധമായ ആവശ്യങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിദേശയാത്രയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു ഡോക്യുമെൻ്റ് നിങ്ങളുടെ ഒരു 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ആണ്. അപ്പോൾ ചില ആൾക്കാർ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഒന്നും സമയത്തിന് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റവുമായിട്ട് ഗവൺമെൻറ് കഴിഞ്ഞ ബജറ്റിൽ ചെറിയൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു 4 വർഷത്തെ, തൊട്ട് മുമ്പുള്ള 4 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഇൻകം ടാക്സ് റിട്ടേൺ ഇപ്പോൾ ഫയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെ ഫയൽ ചെയ്യുമ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടക്കാനുള്ള ടാക്സിൻ്റെ 70% വരെ എക്സ്ട്രാ അടക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരു 100 രൂപ നമ്മൾ ടാക്സ് അടക്കാനുണ്ടെങ്കിൽ 70 രൂപ എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ലേറ്റായിട്ട് അടക്കുന്നതുമായി ബന്ധപ്പെട്ട് അഡീഷണൽ കൊടുക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വേറെ വരും എന്നുള്ളതാണ്. പക്ഷേ നമുക്കിപ്പം കഴിഞ്ഞ 3-4 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിലും ആ 4 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേണും ഈ വർഷം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഇൻകം ടാക്സ് സൈറ്റിൽ അതിൻ്റെ ബാക്കിയുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം മിസ്സായി പോയതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, തൊട്ടടുത്ത വർഷം ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്.